രാവിലെ കുളിച്ചൊരുങ്ങി ഇത് എവിടോട്ടാണ് പോകണമെന്നുള്ളതാണ് നിങ്ങൾ ആലോചിക്കും. പക്ഷേ നമ്മൾ പോണത് ഒരു ക്ഷേത്രത്തിലോട്ടാണ്. എവിടെയെന്ന് വെച്ചാൽ കാളിമല. അങ്ങനെ നമ്മൾ നമ്മുടെ വണ്ടിയിൽ തന്നെ യാത്ര തിരിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളവിടെ സന്നിധാനത്ത് എത്തിച്ചേർന്നു. ഇവിടുത്തെ ഈ സ്ഥലത്തിൻ്റെ പേര് നിരപ്പെന്നാണ്. ഈ നിരപ്പിൽ നിന്നും നമ്മൾ ഇനിയൊരു 3.5 കിലോമീറ്ററോളം നടക്കണം. അത് 3500 അടി ഉയരത്തിലാണ് ഉള്ളത്. അങ്ങനെ നമ്മൾ കാളിമലയിൽ പോകാനായിട്ട് നമ്മൾ തിരിച്ചു. നേരം വെളുത്തില്ല. അപ്പോൾ നമ്മൾ തിരിച്ച സമയത്ത് 5:50 ആയതേ ഉള്ളൂ. പകുതി ആയില്ല, അതിന് മുന്നേ സൂര്യൻ ഉദിക്കാൻ തുടങ്ങി. നമ്മൾ കന്യാകുമാരിയിലൊക്കെ പോയി കാണുന്നത് പോലെ സൂര്യോദയം നമുക്ക് ഇവിടെ നിന്നും കാണാം. ഇത് എൻ്റെ കൂടെ നാടാണ്. ഞാൻ ഇവിടെയാണ് ജനിച്ച് വളർന്നത്. ഇപ്പോൾ ഞാൻ അവിടെ അല്ല താമസം. അങ്ങനെ നമ്മൾ മുകളിലോട്ട് കയറാൻ തുടങ്ങി. ഈ സ്ഥലത്തിന് നമ്മൾ വരമ്പതി എന്നും പറയും. അത് ദക്ഷിണ ഭാരത തീർത്ഥാടന കേന്ദ്രം എന്ന് കാളിമല എന്നാണ് അറിയപ്പെടുന്നത്. ഇത് സമുദ്രനിരപ്പിൽ നിന്നും 3500 അടി ഉയരത്തിലാണ് ഉള്ളത്. കന്യാകുമാരി ജില്ലയും തിരുവനന്തപുരം ജില്ലയുടെ ഇടയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അവിടെ ഇരിക്കുന്ന പ്രതിഷ്ഠ ഒന്ന് ഗണപതിയുണ്ട്, കാളിയുണ്ട്, അഗസ്ത്യമുനിയുണ്ട്, അടുത്ത് അയ്യപ്പൻ്റെ ഒരു പ്രതിഷ്ഠയും വെച്ചിട്ടുണ്ട്. പിന്നെ നാഹരിൻ്റെ ഉണ്ട്, നാഗേശ്യ എന്നാണ് പറയണത്. അവരുടെ പ്രതിഷ്ഠയുമുണ്ട്. നമ്മൾ ഇവിടെ വന്നിട്ട് ഈ സ്ഥലം വന്നിട്ട് മാർത്താണ്ഡവർമ്മ രാജാവിന് അഭയം കൊടുത്തൊരു സ്ഥലം എന്നാണ് പറയണത്. 100 വർഷത്തിന് മുൻപ് ആദിവാസികൾ പൂജ നടത്തിയതായിട്ടാണ് പറയണത്. ഇവിടെ അഗസ്ത്യമുനി ഒരിക്കൽ ധ്യാനം ഇരുന്ന സമയത്ത് ഒരു 5 നില നാഗം വന്ന് മുനിയുടെ ധ്യാനത്തിന് മുറിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ മുനിക്ക് ദേഷ്യം വന്ന് അപ്പം ആ നാഗത്തിനെ ശപിച്ചപ്പോൾ ആ നാഗം കല്ലായി മാറി എന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ ഒരിക്കലും വറ്റാത്തൊരു നീരുറവയുണ്ട്. അത് കാളി തീർത്ഥം എന്നും അതിനെ അറിയപ്പെടുന്നുണ്ട്. ഈ കാളിമലയിൽ കൂടി നമുക്ക് പോയാലും അപ്പുറത്തെ സൈഡ് കുരിശുമല എന്ന സ്ഥലത്ത് നമുക്ക് പോകാം. അവിടെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പിക്ചറും ഇടയിൽ വരണുണ്ട് വീഡിയോ. അത് നമ്മൾ കുരിശുമലയിൽ പോണ വഴിക്ക് ഒരു പാമ്പിനെ കണ്ടിട്ടുണ്ട്, അതും വീഡിയോയിലുണ്ട്. അങ്ങനെ നമ്മൾ കുരിശുമലയൊക്കെ കണ്ടിട്ട് തിരിച്ചിറങ്ങി വന്ന് അടുത്ത് നമ്മൾ പോയ സമയത്ത് കണ്ടോ, അവിടെ അങ്ങോട്ട് പോയ സമയത്ത് ആദ്യം ആൾക്കാരൊന്നും വന്നിട്ടില്ലായിരുന്നു. പിന്നെ സമയം ചെല്ലുന്തോറും കുറേ ആൾക്കാരിങ്ങനെ ആയിരക്കണക്കിന് ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അങ്ങനെ എല്ലാ അമ്മമാരും പൊങ്കാലയ്ക്കെല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പൊങ്കാലയ്ക്കുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരിടത്തുനിന്ന് ഒരു അയ്യപ്പ ക്ഷേത്രത്തിലോട്ട് ഒരു ക്ഷേത്രം പോലെ ചെറുതായിട്ടൊരു കോവിലിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരും പോയതിന് ശേഷം നമുക്ക് പൊങ്കാല ഇടാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും എല്ലാ അമ്മമാരും ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ദീപം കൊണ്ടുവരണം. അത് പണ്ടാരടുപ്പിൽ നിന്ന് കത്തിച്ച ദീപമാണ് നമുക്ക് കൊണ്ടെത്തിക്കുന്നത്. അങ്ങനെ ദീപം കൊണ്ടുവന്നു. നമ്മൾ ഓരോരുത്തരും ഓരോ ദീപങ്ങൾ പകർന്ന് അവരവരുടെ പൊങ്കാല അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ദീപം കത്തിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഭയങ്കര പുകയായിരുന്നു കേട്ടോ. അവിടെ മൊത്തം ആ പരിസരത്തൊക്കെ ഭയങ്കര പുകയായിരുന്നു കേട്ടോ. എല്ലാവരും കണ്ണും തിരുമ്മി തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. റോഡിൽ പോലും നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ, അത്രയ്ക്ക് പുകയായിരുന്നു. അങ്ങനെ പൊങ്കാലയൊക്കെ ഇട്ടു, അരിയൊക്കെ അടുപ്പത്തിട്ട് 2 പൊങ്കാല ഉണ്ടായിരുന്നു, 2 കലത്തിൽ. അങ്ങനെ അരിയൊക്കെ അടുപ്പത്തിട്ട് അങ്ങനെ പൊങ്കാല തിളച്ച് പൊങ്ങി. പിന്നെ ഓരോരുത്തർ ഓരോന്ന് വയ്ക്കണുണ്ടായിരുന്നു. ഞാൻ വെച്ചത് ഒന്ന് വെള്ളപ്പൊങ്കാല, ഒന്ന് പാൽപ്പായസമാണ് ഞാൻ വെച്ചത്. ഓരോരുത്തർ ശർക്കര പായസം വെച്ചിട്ടുണ്ട്, തെരളിയപ്പം, മണ്ടയപ്പം, അങ്ങനെയൊക്കെ ഓരോരുത്തരായിട്ട് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മുടെ പൊങ്കാല ഏകദേശം ഉള്ളതൊക്കെ റെഡി. നമുക്ക് ഈ കയറി വരുന്ന സമയത്ത് 3500 അടിയുണ്ട്. ഇത്രയും കയറി വരുമ്പോഴത്തേനും നമ്മൾ വിചാരിക്കും അടുത്ത പ്രാവശ്യം എങ്ങനെ വരുമോ എന്തോ എന്ന് വിചാരിക്കും. പക്ഷേ നമ്മളങ്ങ് മുകളിൽ പോയി കഴിഞ്ഞ് നമ്മൾ പൊങ്കാലയൊക്കെ ഇതാക്കി എല്ലാം ഇട്ട് കഴിയുമ്പോഴത്തേനും നമുക്ക് ആ കയറി വന്ന ക്ഷീണമോ അങ്ങനത്തെ ഒരു ഇതും ഇല്ല. ഇട്ട് കഴിയുമ്പോൾ നമുക്ക് തോന്നും നമുക്ക് അടുത്ത വർഷം ഇനിയും വരണം എന്ന് തോന്നും. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് പോയിട്ട് വന്നിട്ട് നിവേദിക്കാനായിട്ട് വന്ന് അങ്ങനെ പൊങ്കാലയൊക്കെ നിവേദിച്ച് എല്ലാവരും ഇനി താഴോട്ടിറങ്ങണം. ഇതിനിടയിൽ നമ്മൾ ആഹാരമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് തന്നെ കോവിലുകാർ തന്നെ ഭക്ഷണം, കാപ്പി എല്ലാം ഉണ്ടായിരുന്നു. വെള്ളം ഒന്നിനും ഒരു കുറവില്ലായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഈ വർഷത്തെ പൊങ്കാല കഴിഞ്ഞ് എല്ലാവരും മല ഇറങ്ങി കഴിഞ്ഞിരിക്കുന്നത്. എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണേ. വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും മല കയറാൻ വരണമെന്ന് തോന്നണമെങ്കിൽ വരണം കേട്ടോ. അവർ മെസ്സേജ് അയക്കണേ, മറക്കാതെ കാണണേ.